ഫ്രഷ് കട്ട് സംഘർഷത്തിന് ശേഷം പ്രദേശത്തെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ മടിക്കുന്നതായി പരാതി. 60 വിദ്യാർത്ഥികൾ പഠിക്കുന്ന LP സ്കൂളിൽ കഴിഞ്ഞ ദിവസം എത്തിയത് 6 കുട്ടികൾ മാത്രമാണ്. വീടുകളിൽ പോലീസ് എത്തുന്നതും പുറത്തിറങ്ങുമ്പോൾ ഫോട്ടോ കാണിച്ച ആളുകളെ തിരക്കുന്നതുമൊക്കെ കുട്ടികളെ ആശങ്കയിലാക്കുന്നുവെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമാണ്. ഇംതിയാസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടായിരുന്നതാണ്. കുട്ടികളുടെ പ്രതികരണമൊക്കെ അതിൽ കേട്ടതാണ്. അവർക്ക് പേടിയാകുന്നു, ഇന്നയാളെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഒരു കുട്ടിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു, സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് പോലീസുകാർ വരുന്നു, ഞങ്ങൾക്ക് ഭയമുണ്ടാക്കുന്നുവെന്ന്. എന്താണ് ഇങ്ങനെ പോലീസ് തുടരുന്നത്? ഇപ്പോൾ കുറച്ച് അധികം ആളുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. എന്തിനാണ് ഒരു വല്ലാത്തൊരു ഭയപ്പാടിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്? ദിവിഷ്മണി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. താമരശ്ശേരി കരിമ്പാലൻകുന്ന് ഭാഗത്ത് പോലീസ് വ്യാപകമായ റെയ്ഡ്, അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വ്യാപകമായ റെയ്ഡ് അവിടെയുള്ള വീടുകളിൽ പോലീസ് നടത്തുന്നുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ് രാത്രികാലങ്ങളിലൊക്കെ എത്തി ഈ തരത്തിൽ റെയ്ഡ് നടത്തി അവിടെ പലരുടെയും ഫോട്ടോ കാണിച്ച് ഇന്നയാൾ ഇവിടെ ഉണ്ടോ എന്ന് തുടങ്ങിയ രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടുന്ന് അന്വേഷിക്കുന്നത്. അതാണ് ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്കടക്കം പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. കരിമ്പാലക്കുന്നിലെ ഇരൂട് LP സ്കൂൾ, LP സ്കൂളിൽ 60 വിദ്യാർത്ഥികൾ എങ്ങാനും പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നലെ 5 വിദ്യാർത്ഥികളാണ് എത്തിയത്. ഇന്ന് 6 വിദ്യാർത്ഥികൾ മാത്രമേ അവിടെ പഠനത്തിനായി എത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ തന്നെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പോലീസ് വാഹനം വരുന്നു. പോലീസ് വാഹനത്തിൽ എത്തുന്നവർ ഈ ഫോട്ടോ കാണിച്ച് ഇന്നയാളെ അറിയുമോ എന്ന് കുട്ടികളോട് പോലും ചോദിക്കുന്നു എന്ന രീതിയിലാണ് അവിടെ നിന്ന് പ്രദേശവാസികളും അവിടെയുള്ള ആളുകളൊക്കെ നമ്മളോട് പറയുന്നൊരു കാര്യം. അത് വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ ഭയമുണ്ടാക്കുന്നുണ്ട്, ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 പ്രതികളെ ഇതിൽ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ 9 പ്രതികൾ എന്ന് പറയുന്നത് ഈ കണ്ടാൽ അറിയാവുന്ന 350 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട 9 പേരാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പ്രതിപട്ടികയിലുള്ള പ്രധാനികളായ ഒരാളെപ്പോലും കസ്റ്റഡിയിലെടുക്കാനോ അവരെവിടെയാണ് ഉള്ളത് എന്ന് പോലീസിന് കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം DYFIയുടെ നേതാവ് അടക്കമുള്ളവരാണ് 1, 2, 3 പ്രതികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അവരെല്ലാം ഒളിവിലാണ്, അവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ആ സമയത്താണ് ഈ രീതിയിൽ പോലീസ് വ്യാപകമായ റെയ്ഡ് നടത്തി കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമൊക്കെ വലിയ ഭീതി പരത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഇപ്പോൾ ശ്രദ്ധയിൽ വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കാൻ പലരും ശ്രമിക്കുന്നുമുണ്ട്. അതുകൂടെ ഇതിൽ ചേർത്ത് വായിക്കണം. ഫ്രഷ് കട്ട് അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ തുറന്ന് പ്രവർത്തിക്കുമെന്ന രീതിയിലാണ് മുതലാളിമാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തുറന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ജനകീയ സമരസമിതി വീണ്ടും സമരം നടത്തുമെന്ന ഒരു കാര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ശരി, എന്തായാലും വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. പോലീസ് ഉചിതമായ നടപടികൾ സ്വീകരിക്കട്ടെ. പക്ഷേ ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന നിലയിലേക്കുള്ള പരിശോധനകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യട്ടെ.